2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നിയമസഭ പാസ്സാക്കിയിട്ടുള്ള കേരള റവന്യൂ റിക്കവറി ആക്ടിലെ ജനോപകാരപ്രദമായിട്ടുള്ള ചില നടപടികൾ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. സർക്കാരിന് ലഭിക്കാനുള്ള നികുതി ഉൾപ്പെടെയുള്ള കുടിശ്ശികക്കാരൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് ഈടാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു ബില്ലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള റവന്യൂ റിക്കവറി ആക്ട്. നമ്മുടെ സർക്കാരിൻ്റെ നികുതികൾ മാത്രമല്ല, ഈ ബില്ലിൻ്റെ 71-ാം വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഉൾപ്പെടെ നിരവധികളായിട്ടുള്ള സ്ഥാപനങ്ങളുടെ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതും ഇപ്പോൾ ഈ ആക്ടിൻ്റെ കീഴിൽ തന്നെയാണ്. കുടിശ്ശിക ഈടാക്കുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഗുരുവായൂർ അംഗം സൂചിപ്പിച്ചതുപോലെ കുടിശ്ശികകൾ വരുത്തുന്നത് മനഃപൂർവ്വമല്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് അത്തരം കുടിശ്ശികളൊക്കെ. അപ്പോൾ ആ ധാരണയോടുകൂടി തന്നെയാണ് സർക്കാർ കുടിശ്ശികക്കാരനെ കാണുന്നത്. സർക്കാരിൻ്റെയും സ്ഥാപനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ കുടിശ്ശികക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ചിന്തയോടൊപ്പം നിൽക്കാനും കഴിയുന്ന വിധത്തിലാണ് സാർ ഈ ഭേദഗതി ബില്ല് സഭയുടെ മുമ്പാകെ കൊണ്ടുവരാൻ ലക്ഷ്യം വയ്ക്കുന്നത്. സാധാരണക്കാരന് ആശ്വാസവും പ്രയോജനപ്രദവുമായിരുന്നു സാർ കുടിശ്ശിക തുക ഗഡുക്കളാക്കി കൊടുത്തുകൊണ്ടുള്ള സർക്കാർ നിലപാട്. രാഷ്ട്രീയത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ജനപ്രതിനിധികൾ തന്നെ നല്ലൊരു ശതമാനം റവന്യൂ റിക്കവറിക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിക്കാറുണ്ട്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് ഏറ്റവും പെട്ടെന്ന് സാധിച്ചു നൽകുക, പരിഹരിച്ച് നൽകുക എന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ്. ജനപ്രതിനിധികൾക്ക് മാത്രമല്ല സാർ, ഞാനിതെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഏതൊരാൾക്കും അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ വരാൻ കഴിയുന്ന വിധത്തിലുള്ളൊരവസരം ഈ സ്റ്റേ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ഉണ്ടായിരുന്നു. സാർ, എന്നാൽ HDFC കൊടുത്ത ഒരു കേസിൽ സർക്കാരിന് ഗഡുക്കൾ അനുവദിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്ത അപ്പീലിലും ഇതേ നിലപാട് തന്നെ ഹൈക്കോടതി തുടർന്ന് നിൽക്കുകയും ചെയ്തു. സാർ, ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് റവന്യൂ റിക്കവറി നടപടികൾക്ക് സ്റ്റേ അനുവദിക്കൽ, മൊറട്ടോറിയം പ്രഖ്യാപിക്കൽ, സെറ്റിൽമെൻറ്റ് സ്കീമുകൾ കൊണ്ടുവരൽ എല്ലാം ഒരു നിയമ ഭേദഗതിയുടെ ഭാഗമായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഈ നിലപാട്. സാർ, ഇവിടെ 2 MLA-മാരും സൂചിപ്പിച്ചതുപോലെ 2018 ഭീകരമായിട്ടുള്ള പ്രളയവും അതിനുശേഷമുള്ള കോവിഡും ഒക്കെ തകർത്തെറിഞ്ഞ ഒരു സാമ്പത്തിക സാമൂഹിക സ്ഥിതിവിശേഷമുള്ള കേരളത്തിൽ കുടിശ്ശികക്കാരനെയും അതോടൊപ്പം കുടിശ്ശിക വന്നതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥാപനങ്ങളെയും സർക്കാരിനെയും അമിക്കബിളായ വിധത്തിൽ ഒരു നടപടി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുടിശ്ശികക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ തന്നെ ഈ സ്ഥാപനങ്ങളുടെയും റവന്യൂ റിക്കവറിക്ക് വേണ്ടി സമീപിക്കുന്ന 71-ാം വകുപ്പ് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്ക് കൂടി പ്രശ്നം പരിഹരിക്കാവുന്ന വിധത്തിൽ വ്യത്യസ്തങ്ങളായ ഭേദഗതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിൽപ്പന നടക്കാൻ ഒരാൾ വന്നാൽ ഭൂമിയുടെ ഉടമസ്ഥനും അത് ഏറ്റെടുക്കാൻ തയ്യാറായി വന്നയാളും ഒരു ഫെയറായിട്ടുള്ള കരാറുണ്ടാക്കി ജില്ലാ കളക്ടറെ സമീപിച്ചാൽ ആ ഭൂമി വിറ്റു പണമടയ്ക്കുക എന്നുള്ളൊരു സൗകര്യത്തിന് തയ്യാറാവുകയും ആ ഭൂമി വിറ്റ പണമടച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്.